ഗൗതമെ CPM കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവസാനത്തെ ജില്ലാ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. പക്ഷേ തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനത്തിൽ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മുമ്പേ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിലുമൊക്കെ അപ്പുറത്തേക്ക് കണ്ണൂർ ജില്ലാ സമ്മേളനം, എറണാകുളത്തെ ജില്ലാ സമ്മേളനം, തിരുവനന്തപുരം ജില്ലാ സമ്മേളനമൊക്കെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു BJPയുടെ വളർച്ച തടയാൻ കഴിയുന്നില്ല. എന്തിന് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJPയുടെ വളർച്ച തടയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് സ്വയം വിമർശനാത്മകമായി എന്ന് പറയുന്നതിലപ്പുറത്തേക്ക് കരഞ്ഞുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ കണ്ടത്. കാരണം അതിലൊരു എന്താണ് പ്രതിവിധി എന്ന് അവർക്ക് തന്നെ അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തൃശ്ശൂരിലും വളരെ കൃത്യമായ കാര്യങ്ങൾ CPM പറഞ്ഞിരിക്കുന്നു. അത് കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് പോലും വിമർശനങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് CPMൻ്റെ തൃശ്ശൂരിലെ കരച്ചിൽ? CPM കരയുകയാണ്, ജനങ്ങൾ ചിരിക്കുകയാണ് എന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് ഉയർന്നു കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അത്രമാത്രം ഒരു പാർട്ടിയെ ജനങ്ങൾ വെറുക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള വെറുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ പൊതുസമൂഹത്തിൻ്റെ കണ്ണാടി ഒരു പരിച്ഛേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പാണ്. ഒരു പ്രത്യേക പാർട്ടിയോട് ജനങ്ങൾക്കൊരു വല്ലാത്ത അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് എന്നത് ഇവർ കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിൻ്റെ കാരണം മറ്റുള്ള ആളുകളുടെ പുറത്തേക്ക് ചാർത്തി കെട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ മോശകരമായിട്ടുള്ളൊരു ലക്ഷണമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കണ്ണൂരിലെ ജില്ലാ സമ്മേളനം ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് നടന്നത്. അവിടെ എന്താണ് പറഞ്ഞത്? പാർട്ടി കൊടികുത്തി വാണ ഒരു സ്ഥലത്ത് എത്രയോ കാലമായിട്ട് എത്രയോ വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മുഖ്യമന്ത്രി പദത്തിലടക്കം എത്തിച്ച അവർ ജീവിച്ച് വളർന്ന ഒരു നാട്ടിൽ നിന്ന് BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വല്ലാതെ പാർട്ടിയെ അസ്വാരസ്യപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേട്ടത്. അതായത് പിണറായി വിജയൻ്റെ മണ്ഡലങ്ങളിൽ പോലും, ധർമ്മടം മണ്ഡലത്തിൽ പോലും വലിയ വോട്ട് ചോർച്ചയാണ് CPMൽ നിന്ന് BJPയിലേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില നേതാക്കന്മാരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചത് CPMൻ്റെ വോട്ട് കോൺഗ്രസിലേക്കല്ല പോകുന്നത്. നേരത്തെ അത് കോൺഗ്രസിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത് ഡയറക്റ്റ് BJPയിലേക്കാണ്. CPM മുഴുവൻ BJP ആയി തീരുന്ന ഒരു ലക്ഷണമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളർച്ച ക്രമാതീതമായ രീതിയിൽ വരും വർഷങ്ങളിൽ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ആ പാർട്ടി അവരെ ചിട്ടപ്പെടുത്തുകയും അവരുടെ ഒരു നയരൂപീകരണവും നടത്താൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇപ്പം തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും പറയുന്നു വലിയ രീതിയിൽ BJPയുടെ ഒരു വളർച്ചയെ തടയുവാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതിന് പല രീതിയിലുള്ള ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് അവർ പറയുന്നത് ക്രൈസ്തവ മേഖലകളിൽ നിന്ന് കിട്ടുന്ന വലിയ രീതിയിലുള്ളൊരു പിന്തുണയാണ്. പ്രത്യേകിച്ചും കത്തോലിക്ക സഭയൊക്കെ തൃശ്ശൂരിൽ BJPയെ വലിയ രീതിയിൽ പിന്തുണച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കേണ്ടി വന്ന സാഹചര്യം രൂപപ്പെട്ടത് എന്നാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ, ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമുക്കറിയാലോ, പ്രതാപനെതിരെ വലിയ രീതിയിലുള്ളൊരു ക്യാമ്പയിനിങ്, അല്ലെങ്കിൽ അദ്ദേഹം സുഡാപ്പികളെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ക്യാമ്പയിന് BJP ക്യാമ്പിൽ നിന്ന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ അവർക്ക് ഗുണം ചെയ്തു എന്നും കൂടി വേണം നമുക്ക് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി. പക്ഷേ പ്രതാപം കാലു വാരി എന്നുമാണ് ഈ പറയുന്ന. അതെ, പല നേതാക്കളും, മുരളീധരൻ അടക്കം പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതാപനൊന്നും നിന്നില്ല. അല്ല, അവർ മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട് അതിൽ. ഈ കോൺഗ്രസ് ഒരു 3-അംഗ കമ്മീഷൻ നിയമിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ മുരളീധരൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ എന്തിനാണെന്നുള്ള ഈ പറഞ്ഞ അന്വേഷണ കമ്മീഷനോ എന്തിനാണൊക്കെ നമുക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിച്ചു. പക്ഷേ അവർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഈ പറയുന്ന പോലെ ജോസ് വെള്ളൂരിനെതിരെ, അതായത് മുൻ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെതിരായിക്കൊണ്ടും TN പ്രതാപനെതിരായിക്കൊണ്ടും അനിൽ അക്കരയ്ക്കെതിരായിക്കൊണ്ടുമുള്ള കൃത്യമായ വിവരങ്ങൾ അതിലുണ്ട്. ഇവർ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് TN പ്രതാപൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ. TN പ്രതാപൻ
വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ അദ്ദേഹം അവിടെ ഈ നോട്ടീസൊക്കെ അടിച്ച് പദയാത്ര, തൃശ്ശൂർ മണ്ഡലം മുഴുവൻ നീളുന്ന പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടി എൻ പ്രതാപൻ. അങ്ങനെ ടി എൻ പ്രതാപൻ പദയാത്ര നടത്തുന്നതിനിടയിൽ ഞാൻ ടി എൻ പ്രതാപനുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും എൻ്റെ ചോദ്യങ്ങൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പറഞ്ഞു, താങ്കൾ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത്, അപ്പോൾ താങ്കൾക്ക് എന്താണ് വിജയപ്രതീക്ഷ? ഇവിടെ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇവിടുത്തെ തൃശ്ശൂരുകാർ എന്നെ ജയിപ്പിക്കും എന്ന് തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏത് സ്ഥാനാർത്ഥി വന്നാലും ജയിക്കുമെന്ന രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചു. എന്നിട്ട് ആ സമയത്ത് അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഉമ്മയും തന്നു എനിക്ക് അന്ന് ആ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്ത്. അതേ പ്രതാപൻ പിന്നീട് സന്തോഷത്തോടെ ഒഴിഞ്ഞു കൊടുക്കുകയും മുരളീധരൻ്റെ കൂടെ നിന്ന് ഈ തോർത്ത് കൊണ്ട് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുന്ന ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആ ഒപ്പൽ എന്ന് പറയുന്നത്, ആ തുടച്ചു കൊടുക്കൽ എന്ന് പറയുന്നത് നല്ല തേക്കലായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തുടരാം. അതായത് കൃത്യമായിട്ടും അതാണ്, അതായത് ക്രൈസ്തവ മേഖലകളിൽ പ്രധാനമുണ്ടായിരുന്ന സ്വാധീനം അല്ലെങ്കിൽ VS സുനിൽകുമാറിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പാർട്ടിക്ക് യാതൊരു തരത്തിലുമുള്ള പാർട്ടിയുടെ വോട്ടുകൾ ചോർന്നു പോകുന്നു. അപ്പം കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നേതാക്കന്മാർക്കെതിരെ സ്വീകരിക്കുമെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, നേരത്തെ നടത്തിയ പ്രചരണം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരം കലക്കി എന്ന് ഇവർ പറഞ്ഞല്ലോ. തൃശ്ശൂർ പൂരം കലക്കിയത് BJPയെ ജയിപ്പിക്കാനാണ്, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് എന്നുള്ളത്. എന്നോ ആണ് ഈ കൂടിക്കാഴ്ച അടക്കം നടന്നിട്ടുള്ളത്. ഈ അജിത് കുമാറും അതായത് RSSൻ്റെ നേതാവൊക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് എന്നോ മുമ്പാണ്, ഒരു വർഷം മുമ്പാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് വളരെ അബദ്ധജടിലമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ആയിരുന്നു എന്ന് ഇപ്പോൾ പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ തന്നെ പിഴവാണ്, പ്രവർത്തന മികവില്ലായ്മയാണ്, സുഡാപ്പികളെ തൃപ്തിപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു രീതിയിൽ എന്താണ് മതമൗലികവാദികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് BJPയിലേക്ക് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ചും അതാണ് എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹം BJPയിലേക്ക് പോകുന്നു എന്നതിൻ്റെ പല ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് തീവ്രവാദമാണ്. തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്ന പാർട്ടിയായിട്ട് ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റു ചില CPM അടക്കമുള്ള പാർട്ടികൾ, അതായത് കൃത്യമായിട്ട് വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെ എന്നതാണ് ഈ പരിപോഷിപ്പിക്കൽ കൊണ്ട് ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് എതിർക്കുകയും കൃത്യമായിട്ട് അതിനെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നത് BJP ആണെന്നുള്ള പ്രധാനമായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെ ആകണം യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ BJPക്ക് പിന്തുണ നൽകുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം നമ്മൾ വഖഫ് വിഷയത്തിൽ മുൻപത്തൊക്കെ കണ്ടു. അല്ല, ഈ സുരേഷ് ഗോപി ആയതുകൊണ്ട് വിജയിച്ചു എന്നുള്ള ഒരു ഘടകം അവിടെ പ്രധാനമാണ്. ഒന്ന്. രണ്ടാമത്തത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ അനുകൂലമായ സമീപനമുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായി ഞാൻ കാണുന്നത് സുരേഷ് ഗോപി എന്ന മനുഷ്യനിലെ ഒരു സ്റ്റാർഡമുണ്ട്. ഒന്ന്. തീർച്ചയായും. രണ്ടാമത് അദ്ദേഹം ചെയ്ത ചില നന്മയേറിയ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജയിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ റോഡ് ഷോയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായി. അവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് പാർത്ഥൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡത്തിൻ്റെയും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുസ്ലിങ്ങളടക്കം ഇപ്പോൾ ഈ വലിയ രീതിയിൽ മുസ്ലിങ്ങൾ സുരേഷ് ഗോപിയെ എതിർക്കുന്നു എന്നാണല്ലോ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. എന്നാൽ നേരിട്ടിട്ട് കാണുന്ന കാഴ്ച അതല്ല. തട്ടമിട്ട മുസ്ലിമുകൾ വരെ, മുസ്ലിം സ്ത്രീകൾ വരെ തോളത്ത് കുഞ്ഞുങ്ങളെയും ഏറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിനെ ആഹ്ലാദിക്കാൻ വേണ്ടിയിട്ട്, ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്ന വളരെ സുന്ദരകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം, ഫിലിം സ്റ്റാർ എല്ലാം അതിന് ജയത്തിൻ്റെ ഒരു കാരണമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം അത്രയും ഫോക്കസ്ഡ് ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ പ്രവർത്തിച്ചത്. അതൊരു പ്രധാന കാരണമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റു ചില കാരണങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതെന്ന് പറയുന്നത്.